സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനകത്ത് സാധാരണക്കാർക്ക് കൂടി അതിൽ നിന്നുള്ള ലാഭം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി 1963 കേന്ദ്ര സർക്കാർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങളൊരു ഫണ്ട് മാനേജറെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ഇത്തരത്തിൽ നല്ല നല്ല സ്റ്റോക്കുകളിലേക്ക് ആ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലാഭം ജനറേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ലഭിക്കുന്ന ലാഭത്തിന്റെ 1 മുതൽ 3% വരെ കമ്മീഷനായിട്ട് അവർ എടുക്കുന്നതായിരിക്കും. അതിനെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന ലാഭം എന്താണോ അത് അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇക്വിറ്റി, ഡെറ്റ് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്. നിങ്ങൾക്ക് ഏതിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ധാരണ ഇല്ലെങ്കിൽ പോലും എല്ലാ മാസവും ഒരു നിശ്ചിത തുക വിവിധ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് കോടീശ്വരനാകാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഏതെല്ലാം ഫണ്ടുകളിലേക്ക് എത്ര രൂപ വീതം എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള കണക്കുകൾ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടാണ് കോമ്പൗണ്ടിങ്ങിലൂടെ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഏതെല്ലാം തരം മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്, അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ റിസ്ക് എന്താണ്, റിവാർഡ് എന്താണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത സാധാരണക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി മെത്തേഡാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ ആ ഒരു സേവിങ്സിൻ്റെ ഒരു നിശ്ചിത തുക ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇത്തരത്തിൽ നമ്മൾ SIP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു SIPയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തുകയില്ലേ, അതിനെയാണ് നമ്മൾ SIP എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 രൂപ മുതൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും മാസം ഇത്തരത്തിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്ന ാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എത്ര വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐഡിയലി നമുക്ക് ആ ഒരു നമ്പർ പറയാനായിട്ട് പറ്റില്ല. കാരണം ചില ആളുകൾക്ക് ഒരുപാട് പൈസ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, എന്നാൽ ചില ആളുകൾക്ക് കുറച്ച് പൈസ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റുന്ന ഒരു എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് എക്സാമ്പിളായിട്ട് ഇന്ന് ഈ കണക്കുകളെല്ലാം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2500 രൂപയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഞാൻ ഈ പറയുന്നത് പോലെ മാസം 2500 രൂപയുടെ SIP നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രാകേഷ് ജുൻജുൻവാലയെ പോലെ 1500 കോടി 2000 കോടിയൊക്കെ ജനറേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് ഉണ്ടായിരിക്കേണ്ട എക്സ്പെക്ടേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ മാരേജിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു കോർപ്പസ് എമൗണ്ട് ആവശ്യമായി വരികയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഈ ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ മാസവും 2500 രൂപ വീതം SIP ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു കേസിൽ നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, എല്ലാ മാസവും 2500 രൂപയുടെ ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങി കയ്യിൽ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് RDയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും കൂടുതലായിട്ടും സാധാരണക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവർ ഇത്തരത്തിൽ പോയിട്ട് ആ ഒരു 2500 രൂപ ഏതെങ്കിലും ഫണ്ടിലേക്കോ, ചിലപ്പോൾ ലാർജ് ക്യാപ്പിലേക്കോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലേക്കോ ഏതെങ്കിലും ഫണ്ടിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒരു അസറ്റിലേക്ക് മാത്രം ഇങ്ങനെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒന്നെന്ന് പറയുന്നത് റിസ്ക് ആണ്. നിങ്ങളിപ്പോൾ ഇത്തരത്തിൽ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫണ്ട് ചിലപ്പോൾ മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ അത് മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ റിട്ടേൺ കിട്ടുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല നിങ്ങൾ ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ RDയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഈ ഒരു കേസിലാണ് നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ മാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 2500 രൂപയില്ലേ, ആ ഒരു 2500 രൂപ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ വിവിധ മ്യൂച്വൽ ഫണ്ടുകളിലേക്കും വിവിധ അസറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ 2500 രൂപയുടെ 20% എന്ന് പറയുന്നത്, അതായത് 500 രൂപ നിങ്ങൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു 2500 രൂപയുടെ 40% എന്ന് പറയുന്നത് 1000 രൂപ നിങ്ങൾ നിഫ്റ്റി ലാർജ് ക്യാപ്പ്, നിഫ്റ്റി 50 ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഫണ്ടിന്റെ 25%, അതായത് 600 രൂപ എന്ന് പറയുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ആ ഒരു ഫണ്ടിന്റെ 15%, 400 രൂപ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു 2500 രൂപ എന്ന് പറയുന്നത് 4 അസറ്റുകളിലേക്കാണ് പോകുന്നത് അല്ലേ. നമ്മൾ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് ലോ റിസ്ക് ആണ്. അവിടെ നിങ്ങൾ 20% മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അത് മോഡറേറ്റ് റിസ്ക് ആണ്. അവിടെ നിങ്ങൾ 40% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അത് മീഡിയം റിസ്ക് ആണ്. അവിടെ നിങ്ങൾ 25% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ, സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്, ഹൈ റിട്ടേൺ ആണ്. അതായത് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന 15% എന്ന് പറയുന്നത് ചിലപ്പം ഹൈ
റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതുപോലെയാണ് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത ഈ ഒരു 4 അസറ്റുകളിലേക്കാണ് നിങ്ങൾ എല്ലാ മാസവും 2500 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ നിങ്ങൾ 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ടും അതുപോലെ അതിന് പുറത്ത് കിട്ടുന്ന റിട്ടേണും എത്രയാണെന്ന് അറിയാമോ? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് മാർക്കറ്റ് ഫീൽഡ് സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്ററിലേക്കാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞ 2500 രൂപ 4 അസറ്റുകളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഓരോ അസറ്റിലും എത്ര രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അതിന്റെ ആ ഒരു റിട്ടേൺ എത്രയാണെന്നുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു 2500 രൂപയിൽ നിന്ന് എല്ലാ മാസവും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 500 രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 500 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിലവിൽ നിങ്ങൾ 500 രൂപ വീതമാണ് എല്ലാ മാസവും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു 500 രൂപ എന്നുള്ളതൊന്ന് ചെറുതായിട്ട് കൂട്ടുകയാണ്. അത് എത്ര കൂട്ടുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിത് ഐഡിയലി ഒരു 15% കൂട്ടുകയാണ്. അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ എല്ലാ മാസവും 500 രൂപ വീതം ഇത്തരത്തിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അടുത്ത വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു 500ന്റെ 15% കൂട്ടുകയാണ്. അതായത് പറയുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഇത്തരത്തിൽ എല്ലാ മാസവും 575 രൂപയായിരിക്കും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഈ ഒരു 575 രൂപയുടെ 15% ആയിരിക്കും കൂടുന്നത്. ഇങ്ങനെ നിങ്ങൾ എത്ര വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ വർഷവും നിങ്ങളുടെ SIP എമൗണ്ടിന്റെ പുറത്ത് ഈ പറയുന്ന പെർസെൻറ്റേജ് ആഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത് ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത്തരത്തിൽ ഗോൾഡിൻ്റെത് ഒരു 8 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് 10 ഇയറിൻ്റെ ആ ഒരു പീരീഡ് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്റർ ആണ്. നമ്മൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡിൻ്റെ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് 8%. ഇതിൻ്റെ ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് 15% നമ്മൾ കൊടുത്തിട്ടുള്ളത്. 10 വർഷത്തെ ടൈം പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ മാസവും ഗോൾഡിലേക്ക് നിങ്ങൾ 500 രൂപ വീതം SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 1,21,822 രൂപയായിരിക്കും. നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,953 രൂപയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് ഗോൾഡിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് 1,70,775 രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നിയർലി 30 തൊട്ട് 40% വരെ റിട്ടേൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ കോമ്പൗണ്ടിൻ്റെ മനോഹാരിത എന്താണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു 10 വർഷം എന്ന് പറയുന്നത് ഒരു 20 വർഷമാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 20 വർഷത്തിലേക്ക് ആക്കിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 6,14,000 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,55,000 ആയിട്ടുണ്ട്. അതായത് 10 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ 75% അടുത്ത് പ്രോഫിറ്റാണ് ഗോൾഡ് ജനറേറ്റ് ചെയ്തത്. ഇനി നമ്മളിത് 30 വർഷത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയാണ്. ഇത്തരത്തിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അതായത് പറയുകയാണെങ്കിൽ നിയർലി 100% റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്കറിയാം 30 വർഷത്തിൽ 100% റിട്ടേൺ എന്ന് പറയുന്നത് വലിയ അടിപൊളി കാര്യമൊന്നുമല്ല. എന്നാൽ നമ്മളിവിടെ പറയുന്നത് ഗോൾഡിൻ്റെ കേസാണല്ലേ. ഗോൾഡിൻ്റെ കേസിൽ എങ്ങനെയാണ് ആ ഒരു കോമ്പൗണ്ടിങ് നടന്നതെന്നാണ്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2,500 രൂപയാണ്. അതിൽ 500 രൂപയുടെ കഥ മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. അതും ഗോൾഡിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 8% ഉള്ള സമയത്ത് മാത്രം. എന്നാൽ നമ്മൾ ബാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന 2,000 രൂപ എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ ലാർജ് ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കുമാണ്. അപ്പോൾ ഈ ഗോൾഡിൻ്റെ കൂടെ റിസ്കി ആയിട്ടുള്ള മറ്റ് അസറ്റുകൾ കൂടി പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫണ്ടിലേക്ക് നമ്മൾ എല്ലാ മാസവും 1000 രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ 15% തന്നെ കൊടുക്കാവുന്നതാണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ നിഫ്റ്റി 50 ഫണ്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് നമുക്കൊരു 13% റിട്ടേൺ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കൊടുക്കാം. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മൾ ടൈം പീരീഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം 30 വർഷമൊന്നും തന്നെ അധികം ആരും ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇത്തരത്തിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ആവറേജ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 20 എടുക്കാം അല്ലേ. അപ്പോൾ ആ ഒരു 20 വർഷം ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മാസവും 1000 രൂപ വീതം നിങ്ങൾ നിഫ്റ്റി 50 ഫണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 12,29,322 രൂപ ആണ് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 19,41,279 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ഫണ്ടായി നിഫ്റ്റി 50 ആയി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്കാണ്. അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 600 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് അത് എന്തായാലും 15% തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. നിഫ്റ്റി 50യേക്കാളും ഗോൾഡിനേക്കാളും ഒക്കെ ഇത്തരത്തിൽ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുന്ന സമയത്ത് റിട്ടേൺ കൂടുമെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ
ആ ഒരു ഹിസ്റ്ററിയിലുള്ള ആ ഒരു റിട്ടേൺസിനെ എല്ലാം കൂടെ എടുത്തിട്ട് ആവറേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ഒരു 18 കൊടുക്കാവുന്നതാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 18 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 20 വർഷം തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 20 വർഷത്തേക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് 7,37,593 രൂപ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഈ 7 ലക്ഷം രൂപയുടെ പുറത്ത് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 26,16,654 രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സ്മോൾ ക്യാപ്പിലേക്ക് പോകാം. സ്മോൾ ക്യാപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് 400 രൂപയാണ്. അതുപോലെ തന്നെ ആനുവൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് അവിടെയും 15%. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത്തരത്തിൽ ലാർജ് ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിനേക്കാളും ഒക്കെ തന്നെ ഇത്തരത്തിൽ റിസ്ക് കൂടുതലായിട്ടുള്ള ഒരു ഫണ്ടാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ റിട്ടേൺ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും നമുക്ക് ഇത്തരത്തിൽ ലാർജ് ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിനേക്കാളും എക്സ്പെക്റ്റഡ് റിട്ടേൺ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പിൻ്റെ ആ ഒരു റിട്ടേണിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളൊരു ആവറേജ് നമ്പർ ഇവിടെ എടുത്തിരിക്കുന്നത് 23 അപ്പോൾ നമുക്ക് ആ ഒരു 23 ജസ്റ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സ്മോൾ ക്യാപ്പിലേക്ക് നമ്മൾ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു 400 രൂപ 20 വർഷങ്ങൾക്ക് ശേഷം ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 4,91,729 രൂപയാണ്. എന്നാൽ ആ ഒരു 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് 35,63,250 രൂപയാണെന്ന് കാണാം. അപ്പം മാസം 2,500 രൂപ വീതം ഈ പറഞ്ഞ കണക്ക് 4 അസറ്റുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാകും, അതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാകും, അവസാനം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ കോർപ്പസ് എത്രയാകുമെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? അങ്ങനെ അറിയാനായിട്ട് നമുക്ക് ഇതെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗോൾഡിലേക്കും നിഫ്റ്റി 50 ഫണ്ടിലേക്കും മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ 20 വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 30,73,307 രൂപയാണെന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 85 ലക്ഷത്തിന് മുകളിലാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ ഇൻവെസ്റ്റഡ് എമൗണ്ടും ആ ഒരു പ്രോഫിറ്റും തമ്മിൽ കൂട്ടി നോക്കുകയാണെങ്കിൽ അത് 1,16,00,000 മുകളിലാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ കല്യാണത്തിനോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഇത്തരത്തിൽ SIP ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിവിധ അസറ്റിലേക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് ഇവിടെ കുറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേണും കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, എത്ര വർഷത്തേക്കാണോ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൂടുതൽ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ പറഞ്ഞ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് സെറോദയുടെ കോയിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് മാത്രമല്ല മറ്റ് നല്ല പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഏതൊരു മ്യൂച്വൽ ഫണ്ട് വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഗോൾഡ് ആണ് വേണ്ടതെങ്കിൽ ഗോൾഡ് എന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് HDFC ഗോൾഡ് ഫണ്ടാണ്. ഞാനിത് വെറുതെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ AUM എത്രയാണ്, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എത്രയാണെന്നും അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്നും, ഞാൻ പറഞ്ഞില്ലേ എത്രയാണ് അവർ കമ്മീഷൻ എടുക്കുന്നത്, ആ ഒരു എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്ന് എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹിസ്റ്റോറിക്കലി ഇത് എത്ര റിട്ടേൺ തന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ SIP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മന്ത്ലി അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ 500 ആണ് കൊടുക്കുന്നതെങ്കിൽ 500 കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പല പല ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഏത് മാസമാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻക്രിമെന്റ് പെർസെൻറ്റേജ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ 15 കൊടുത്ത് ആ ഒരു 15% കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡേറ്റും ഏതൊരു ഡേറ്റിലാണ് കൊടുക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് SIP കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിഫ്റ്റി 50 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റി 50 അടിക്കാവുന്നതാണ്. ഇവിടെ കുറേ നിഫ്റ്റി 50 ഫണ്ട്സ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ തൽക്കാലം HDFC ഇൻഡെക്സ് ഫണ്ട് എടുക്കുകയാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 100 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ്, AUM കാണിക്കുന്നുണ്ട്, എക്സ്പെൻസ് റേഷ്യോ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് SIP കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് 1000 ആണല്ലേ, അപ്പോൾ നമ്മളിവിടെ 1000 കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇത്തരത്തിൽ ക്രിയേറ്റ് SIP കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഫണ്ടുകളും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളും ഇതെല്ലാം തന്നെ സെർച്ച് ചെയ്തിട്ട് അതിൽ ഓരോന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണെന്നും എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്നും AUM എത്രയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നോക്കുക. എന്ന് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ഏതാണോ അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരൊറ്റ അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും ഗോൾഡിലും എല്ലാം തന്നെ SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഏതാണോ ആ ഒരു ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു പൈസ ഈ ഇതിലേക്ക് വരികയും ഇതിൽ ഇൻവെസ്റ്റ് ആവുകയും ചെയ്യുന്നതാണ്.
അങ്ങനെയാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ ബെറ്റർ ആണ് നിങ്ങൾ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അവിടെ കുറേ ക്രൈറ്റീരിയകളും കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് അറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറേ കൂടെ ബെറ്റർ അതാണ്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 500 രൂപ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടണമെന്നില്ല. പകരം നിങ്ങൾ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി 2000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ലാർജ് ക്യാപ് ഫണ്ടിലേക്കും മിഡിലേക്കും സ്മോളിലേക്കുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ഇവിടെ മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഗോൾഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ ഇത്തരത്തിൽ ഡിജിറ്റൽ ഗോൾഡിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നും അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് എഫക്റ്റിൻ്റെ ആ ഒരു മാജിക് എന്താണെന്ന് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2500 രൂപ എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണോ അത്ര തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ആ പറഞ്ഞ പെർസെൻറ്റേജ് ഇല്ലേ ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും